CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും റേഷൻ വിതരണം മുടങ്ങിയതോടെ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള കാലാവധി നീട്ടി. ഏപ്രിൽ 6 വരെയാണ് തീയതി നീട്ടി നൽകിയിരിക്കുന്നത്. ഇപോസ് മെഷീന്റെ സെർവർ തകരാറിലായതോടെയാണ് ഇന്നും റേഷൻ വിതരണം തടസ്സപ്പെട്ടത്. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേക ചടങ്ങിനോടനുബന്ധിച്ച് സംഘാടക സമിതി നിർമ്മിച്ച കൃഷ്ണായനം ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. കുന്നംകുളം ലോട്ടസ് പാലസിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ IAS ഡോക്യുമെന്ററി സ്വിച്ച് ഓൺ നിർവഹിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് നൈറ്റ് മാർച്ച് നടത്തി. മുല്ലത്തറയിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി ചാവക്കാട് ജംഗ്ഷനിൽ സമാപിച്ചു. അക്കിക്കാവ് ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റ് പ്രകാശിക്കാത്തതിനെ തുടർന്ന് ഓട്ടോ തൊഴിലാളികളുടെ വേറിട്ട പ്രതിഷേധം. ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റ് കണ്ണടച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടികളുമില്ലാത്തതിനാൽ നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും സംയുക്തമായി ഹൈമാസ് ലൈറ്റിന്റെ മാതൃകയിൽ റാന്തൽ വിളക്കുകൾ തെളിയിച്ചാണ് പ്രതിഷേധം തീർത്തത്. വേലൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിൽ 2 മാസമായി തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് അംഗം സ്വപ്ന രാമചന്ദ്രൻ കുത്തിയിരിപ്പ് സമരം നടത്തി. പുലിയന്നൂർ കുറുവന്നൂർ ശ്രീ പാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഡോക്ടർ റാണി മേനോൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ എരുമപ്പെട്ടി പഴവൂരിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക ക്ഷയരോഗ ദിനാചരണം സംഘടിപ്പിച്ചു. നാനാജാതി മതസ്ഥരുടെയും ആശ്രയവും വിശ്വാസവുമായ എരുമപ്പെട്ടി മങ്ങാട് ഇടവകയുടെ മധ്യസ്ഥൻ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 106-ാം സംയുക്ത ഊട്ടുതിരുനാൾ ഏപ്രിൽ 1, 2, 3 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വലിയ നോമ്പിലെ വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ യൂത്ത് CLC അംഗങ്ങൾ രക്തദാനം നടത്തി. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലെത്തിയാണ് അംഗങ്ങൾ രക്തദാനം നടത്തിയത്. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ക്ലബിലെ അംഗങ്ങളായ 400 വീടുകളിൽ പറവകൾക്ക് കുടിവെള്ളം നൽകുന്നതിന് മൺചട്ടികൾ സ്ഥാപിച്ചു. ക്ലബ് അംഗം ഗിരിജ വല്ലഭന്റെ വീട്ടുമുറ്റത്ത് നടന്ന ചടങ്ങ് വാർഡ് കൌൺസിലർ ബിബിത മോഹൻ ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് തങ്ങൾപ്പടി ക്രസന്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.